വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് നമ്മൾ ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും നോക്കണോ. അതന്നെ കാണിക്കാൻ പോകുന്നത് അതിന്റെ പാർട്ട് 2 അല്ല, ഗോസ്റ്റിന്റെ കഥകളാണ്. ഇവിടെ നടന്ന ഗോസ്റ്റിന്റെ കഥകളാണ് നമ്മൾ രണ്ടാളും നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ പേർക്ക് എന്തെല്ലാം പഴയ കഥകളുണ്ട്, അതെല്ലാം ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ കാണാൻ പടം കാണിച്ചു ഗൈസ്. അപ്പൊ നമുക്ക് പറഞ്ഞാലോ. ഫസ്റ്റ് തുടങ്ങുന്നത് മറിയുവാണ്. ഹലോ രാജ്, പണ്ട് ഈ പേരൻ്റെ ഉള്ളിൽ പണ്ട് എന്ത് അതിൻ്റെ താഴെയോ ബാക്കോട്ടേക്ക് മറിയൂ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ താഴെയാണ് പേരല് ഒരു രാജാവും രാത്രിയും ഉണ്ടായിനി. അവർ ജീവിച്ച് പോകുമ്പോൾ ഒരു തുണി അത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തുണി രാജാവിനെ തൊന്നു. അപ്പൊ ആ രാജാവ് ആ നാട്ടിനെ തൊന്നു. അപ്പൊ ആ വീട് പാരറ്റിൻ്റെ ആയി. അപ്പൊ ആരും വന്നില്ല. അതുകൊണ്ട് അമ്മ വന്നു. അമ്മലെന്താ അതുകൊണ്ട് അമ്മ ഈ വീടിട്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ചെയ്യാനും പാടുണ്ട്. അമ്മല് താഴ്ചാനിട്ടിയെ ചുട്ടു പാരമാരെ അച്ഛനിട്ട് എന്തായോ നിങ്ങൾക്കറിയോ മുറിച്ചമേലെ മാത്രം നോട്ടാ, ഇന്ത്യയിൽ നോട്ടണ്ട. അടുത്തതായി ഗൈസ് ഞാനാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് തുടങ്ങിയാലോ. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിക്കേ. ഈ പേര കെട്ടുന്ന കേട്ടം ഒരു 1981 ഉണ്ടായ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. കാരണം ഇതിന്റെ അടിയിൽ ഉള്ളമുള്ളത് ഒരു പ്രേതകഥയിലുള്ള സാധനമാണ്. ആ കഥ ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നു. നമുക്ക് തുടങ്ങിയാലോ. ഞാൻ കുറച്ച് പേടിയോടെ ചെയ്യും. അത് പറഞ്ഞില്ല, നമ്മളെ അവസാനമായിരിക്കും ആ കഥ പറഞ്ഞത്. എന്നാൽ ഞാൻ പറയുകയാണ്. ആ ആൾമരം കണ്ടോ? അതല്ല അതിൻ്റെ പുറമെ ആൾമരം കുറച്ചും കൊണ്ടാക്കി ആ ആൾമരത്തിൻ്റെ കുറേ ഒരു 1900 3000 കഥകളുണ്ടായിരുന്നു ഇവിടെ. അവിടുന്ന് ഒരു 20 1000 പ്രേതങ്ങളെ ഒഴിവാക്കി. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് അതിലെ ആ ബാക്കിയുള്ളതിനെ ഒഴിവാക്കി. പക്ഷെ അതിൽ നിന്ന് ഒറ്റൊന്നിനെ മാത്രം മാറ്റാൻ ആർക്കും കഴിയുന്നില്ല. കാരണം ആ പ്രേതത്തിൻ്റെ പേര് ഡോൾസ്. എന്നാൽ ആ പ്രേതം
അവിടെ ഉണ്ടാവാൻ കാരണമായത് അവിടെ ഉണ്ടാവാനായ കാരണമുണ്ടായത് അത് കണ്ടാണ് ഗൈസ്. എന്നാലും ഈ കഥ ഞാൻ പറയാൻ തുടങ്ങി. ഇതെല്ലാം പറഞ്ഞത് എങ്ങനെയാണ് നമുക്ക് ശരിക്കും തുടങ്ങുന്നത്. ഇതിൻ്റെ അടിയിൽ അപ്പോൾ വലിയൊരു കൊട്ടാരമുണ്ടായിരുന്നു. അവിടെ സന്തോഷത്തോടെ ഒരു രാജാവും ഒരു കുഞ്ഞിയും ഒരു രാജ്ഞിയും ഉണ്ടായിരുന്നു. ആരെയും അതിൻ്റെ കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാവും, പക്ഷെ ഒന്നും കൂടി പറഞ്ഞതാണ്. അതിൻ്റെ അടിയിൽ അപ്പോഴാണ് കുഞ്ഞ് കത്തിയെടുത്തിട്ട് വരുന്നുണ്ടായത്. അപ്പോഴാണ് മനസ്സിലായത് ആ കുഞ്ഞിൻ്റെ മേലിൽ ശാപമുണ്ടായിരുന്നു. ആ കുഞ്ഞി ഒറ്റക്കൊല്ലൽ രാജ്ഞിയെ കൊന്നു, രാജാവിനെ കൊന്നു, ആ നാട്ടിലുള്ള എല്ലാവരെയും കൊന്നു. പക്ഷെ ഇതുവരെ ആയിട്ടുള്ള ഇത്രയും പറയാൻ ഹലോ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ? നാശിച്ചാൻ്റെ ഇഷ്ടപ്പെട്ട് മതിയുണ്ട് വീഡിയോ മൈൻഡ്. അപ്പോൾ ഗൈസ് നമുക്ക് സ്റ്റോപ്പ് ആക്കാം. ടാറ്റ ബൈ ബൈ.